ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യമായി നമ്മൾ കാണാൻ പോകുന്നത് കുട്ടിയും കോലും എന്ന സെഗ്മെന്റ് ആണ്. ഈ സെഗ്മെന്റിൽ പങ്കെടുക്കാൻ എത്തുന്നത് മുബീന കടവത്ത് ആൻഡ് അസർ സുൽഫിക്കർ. മുബീന ചേച്ചി, വിവാഹത്തിന് ശേഷം ഹസ്ബൻഡിനെയൊക്കെ കൊണ്ടുവന്നു എന്ന് കേട്ടു. അതെ. എവിടെ? ഹായ്, നമുക്ക് അറിയുന്നില്ലല്ലോ, കുറെ പേര് ഇരിക്കുന്നതല്ലേ. സുഖമാണോ? സുഖം. മുബീനയ്ക്കോ? അതെ. അസർ കൂടെ വന്നിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, കുട്ടിപ്പട്ടുറുമാലിന്റെ ലാസ്റ്റ് സീസണിലെ ടൈറ്റിൽ വിന്നറാണ് നമ്മുടെ അസർ സുൽഫിക്കർ അല്ലേ. തകർത്ത പെർഫോമൻസുകളായിരുന്നു. ഇപ്രാവശ്യം നല്ലൊരു സോങ്ങുമായിട്ടാണോ വന്നിരിക്കുന്നത്? നന്നായി സപ്പോർട്ട് ചെയ്യുമോ? എന്തായാലും നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം. നന്നായി പാടില്ലേ? ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. കിതാബ് പഠിക്കുവാൻ ഇത്തിരി വൈകി ചെന്നപ്പം ഉസ്താദ് തന്ന് നമുക്ക് ചൂരൽ കൊണ്ടൊരു ചൂടപ്പം. അക്കാലത്താടിപ്പാടാൻ അക്കരെ ഇക്കരെ നീന്തിടാൻ ദിക്കാകെ പോന്നിട്ടില്ലേ തെക്കൻ കാറ്റു നമുക്കൊപ്പം. കാറ്റിനു കിട്ടി നൂറിൽ നൂറും നമ്മൾ തോറ്റു പരീക്ഷയിൽ കൊല്ലം തോറും. കിതാബ് പഠിക്കുവാൻ ഇത്തിരി വൈകി ചെന്നപ്പം ഉസ്താദ് തന്ന് നമുക്ക് ചൂരൽ കൊണ്ട് ചൂടപ്പം. അക്കാലത്താടിപ്പാടാൻ അക്കരെ ഇക്കരെ നീന്തിടാൻ ദിക്കാകെ പോന്നിട്ടില്ലേ തെക്കൻ കാറ്റ് നമുക്കൊപ്പം. കാറ്റിനു കിട്ടി നൂറിൽ നൂറും നമ്മൾ തോറ്റു പരീക്ഷയിൽ കൊല്ലം തോറും. പാടവരമ്പത്തൂടെ കൈത്തോടിൻ വക്കത്തൂടെ പാളയിലെന്നെ ഇരുത്തി വലിച്ചോരാടല്ലേ. പാടവരമ്പത്തൂടെ കൈത്തോടിൻ വക്കത്തൂടെ പാളയിലെന്നെ ഇരുത്തി വലിച്ചോരാടല്ലേ. കശുമാന്തോപ്പിലെ കളിവീടുകളിൽ കരളുകളും ചേർത്ത് കഴിഞ്ഞ നാളുകൾ മറഞ്ഞുവല്ലോ കാണാമറയത്ത്. മാറുന്നു ലോകം വേഗം വേഗം ഉള്ളം നീറി നമുക്കെല്ലാം കാണാൻ യോഗം. കിതാബ് പഠിക്കുവാൻ ഇത്തിരി വൈകി ചെന്നപ്പം ഉസ്താദ് തന്ന് നമുക്ക് ചൂരൽ കൊണ്ട് ചൂടപ്പം. അക്കാലത്താടിപ്പാടാൻ അക്കരെ ഇക്കരെ നീന്തിടാൻ ദിക്കാകെ പോന്നിട്ടില്ലേ തെക്കൻ കാറ്റ് നമുക്കൊപ്പം. കാറ്റിനു കിട്ടി നൂറിൽ നൂറും നമ്മൾ തോറ്റു പരീക്ഷയിൽ കൊല്ലം തോറും.
പരീക്ഷയിൽ കൊല്ലം തോറും കിതാബ് പഠിക്കുവാൻ ഇത്തിരി വൈകി ചെന്നപ്പം ഉസ്താദ് തന്ന് നമുക്ക് ചൂരൽ കൊണ്ട് ചൂടപ്പം. അക്കാലത്താടി പാടാൻ അക്കരെ ഇക്കരെ നീന്തിടാൻ ദിക്കാകെ പോന്നിട്ടില്ലേ തെക്കൻ കാറ്റ് നമുക്കൊപ്പം. കാറ്റിനു കിട്ടേ നൂറിൽ നൂറും നമ്മൾ തോറ്റു പരീക്ഷയിൽ കൊല്ലം തോറും. മനോഹരമായ ഗാനമാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. മുബീന, അസർ നന്നായി തന്നെ സപ്പോർട്ട് ചെയ്തല്ലോ അല്ലേ? നന്നായി സപ്പോർട്ട് ചെയ്തു. സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അതിശയുള്ളൂ, കാരണം നമ്മളുടെ കുട്ടിപ്പട്ടുമാലിന്റെ വിന്നറാണ്, ടൈറ്റിൽ വിന്നറാണ്. എന്തായാലും ഈ പാട്ടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ജഡ്ജസിനോട് നേരിട്ട് ചോദിച്ചാലോ? ഫിറോസ്ക, സുഖമാണോ രണ്ടുപേർക്കും സുഖമാണോ എന്ന് ചോദിച്ചതിൻ്റെ കാര്യം, ഒന്ന് പുതുവണവാട്ടിയാണ്, വൈവാഹിക ജീവിതമൊക്കെ കഴിഞ്ഞ് സുഖകരമായ ജീവിതമല്ലേ എന്നാണ് ചോദിച്ചത്. ഒരാളോട് ആണോ? അതെ അതെ. സന്തോഷം. അസറിനോട് ചോദിച്ചത് കുട്ടിപ്പട്ടുമാൽ സീസൺ 2 ടൈറ്റിൽ വിന്നറായിട്ട് അതിൻ്റെ ഒരു തിരക്കും ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും അല്ലേ? അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം കേട്ടോ. മോനെ വെറുതെ വിന്നറാക്കിയതല്ല, മോൻ പാടിയത് കൊണ്ട് വിന്നറായതാണ് കേട്ടോ. നല്ല പാട്ടുകാരൻ, നല്ല വിനയമുള്ള കുട്ടി, നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് മുബീനയ്ക്ക് സപ്പോർട്ട് കൊടുക്കാൻ വന്നതിൽ ഒരുപാട് സന്തോഷം, കണ്ടതിലും സന്തോഷം കേട്ടോ. മുബീന നന്നായി പാടി മോളെ, രണ്ടുപേരും നന്നായി പാടി കേട്ടോ. നല്ലൊരു പാട്ട് കേട്ടോ. ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഒരു പാട്ട് വിധികർത്താവിൻ്റെ മനസ്സിനെ ഒന്ന് തളർത്തി കഴിഞ്ഞാൽ പിന്നെ ആ തളർച്ച അങ്ങനെ പോകും. ആ അർത്ഥത്തിൽ നിങ്ങൾ 101% വിജയിച്ചു. നന്നായിട്ട് കേട്ടോ. നല്ലൊരു എനർജി തന്നു. ബാപ്പു വാവാട് എന്ന മാപ്പിളപ്പാട്ടിലെ മാത്രമല്ല, ഇനി അദ്ദേഹത്തെ പരിചയപ്പെടുത്തുമ്പോൾ സിനിമാ പാട്ടിൽ എന്നുകൂടെ പറയണം. ഇപ്പം നാദൃഷ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയ്ക്ക് വേണ്ടി, 2 സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം, നാദൃഷ സംവിധാനം ചെയ്ത് ഈണം കൊടുക്കാൻ പോകുന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം പാട്ടുകൾ എഴുതുന്നുണ്ട്, ബാപ്പു വാവാട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വരികൾ, പിന്നെ ദ ഗ്രേറ്റ് കോഴിക്കോട് അബൂബക്കർ അല്ലേ, ഔക്കുബായി എന്ന് നമ്മൾ വിളിക്കുന്ന ഔക്കുബായിയുടെ മനോഹരമായ ഒരു ഗാനം. അപ്പോൾ രണ്ടുപേരും മനോഹരമായിട്ട് പാടി കേട്ടോ. താങ്ക് യു ഇക്ക. നജീമിക്ക. ഹായ് മബീന. ഹായ്. എന്തുണ്ട് പിന്നെ? ഭയങ്കര സന്തോഷത്തിലാണല്ലോ. നിന്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടല്ലേ? അതാണ് ഇടയ്ക്ക് തോറ്റു പരീക്ഷ എന്നൊക്കെ പറയുമ്പോഴേ അടി കിട്ടുന്നൊക്കെ വരികയുണ്ടെങ്കിൽ അവിടെ ചിരിച്ചോണ്ടാ പാടുന്നത്. നല്ല കോമ്പോസിഷനാണ്, നല്ല പാട്ടാണ് സെലക്ട് ചെയ്തത്. നല്ല ഗുഡ് സ്റ്റാർട്ടിംഗ് ആണ്. നമ്മുടെ പട്ടുറുമാലിൻ്റെ പുതിയ ഷെഡ്യൂൾ ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ നല്ലൊരു പാട്ടാണ് സെലക്ട് ചെയ്തത്. നന്നായിട്ട് തന്നെ പാടി, സൂപ്പറായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പിന്നെ ഈ പാട്ട് എനിക്ക് കേൾക്കുമ്പോൾ ഒരു മലയാളത്തിലൊരു പാട്ടുണ്ട്, എൻ്റെ ഉള്ളുടുക്കും കൊട്ടി കൊണ്ടുപോകാൻ വന്നതാണോ ഞാൻ. ആ പാട്ടാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് കേട്ടോ. എന്തായാലും നല്ല പാട്ടാണ് എടുത്തത്, നല്ല സൂപ്പറായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നജീമിക്ക. സജില. മുബീനയിലേക്ക് വരാം. അസർ, വളരെ സന്തോഷമുണ്ട് അസറിനെ വീണ്ടും കാണാൻ സാധിച്ചത്. എനിക്ക് തോന്നുന്നത് കുട്ടിപ്പട്ടുമാ സീസൺ 2 വളരെ ജനപ്രീതി നേടിയ ഒരു കണ്ടസ്റ്റന്റിൽ ഒരാളാണ് അസർ. മാത്രമല്ല ഞങ്ങളെ കുറേ റൗണ്ട്സിലൂടെ കരയിപ്പിച്ചും സന്തോഷിപ്പിച്ചും ഒക്കെ നമ്മൾ കൊണ്ടുപോയ ഒരു നല്ലൊരു ക്യാരക്ടറുള്ള നല്ലൊരു കുട്ടി. ഇവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. നന്നായിട്ട് മുബീനെ സപ്പോർട്ട് ചെയ്തു കേട്ടോ. നന്നായിട്ട് പാടിയിട്ടുണ്ട് മോൻ. എനിക്ക് തോന്നുന്നത് മോൻ്റെ റേഞ്ചിനനുസരിച്ചാണ് മുബീനെ ഇന്ന് പാടിയത് അല്ലേ? മുബീനെ പാടുന്നുണ്ട്. അസർ പാടുന്നത് മുബീനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അസർ ചില വരികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു എക്സ്പ്രഷൻ കണ്ടിട്ടുണ്ടോ? ഒരു എന്താ പറയുക, ഒരു മോഡുലേഷൻ, അത് കുറച്ചുകൂടി ഒന്ന് കൊണ്ടുവരണം കേട്ടോ മുബീന. താങ്ക് യു സജില. മുബീന, അത്യാവശ്യം നല്ല കമന്റ്സ് ആണ് കിട്ടിയത് അല്ലേ? ഇനിയിപ്പം മാർക്സ് അല്ലേ അറിയണ്ടേ? അസർ, എത്ര മാർക്ക് കൊടുക്കാം? ജഡ്ജസിനോട് ചോദിക്കാം. എന്തായാലും നമുക്ക് മാർക്സ് ചോദിക്കാം. മുബീന. സജില? 30ൽ 28. നജീമക്ക? അപ്പൊ ഈ പറഞ്ഞാൽ എത്ര മാർക്ക് ഉറപ്പില്ല. 28 out of 30. ഫിറോസ്ക, out of 40? 140, 38.
താങ്ക് യു. 38 ഔട്ട് ഓഫ് 40. അപ്പൊ നമ്മുടെ ടോട്ടൽ മാർക്ക് 94 ഔട്ട് ഓഫ് 100. എന്റെ സന്തോഷം പോലും ഇല്ലല്ലോ. ഒന്നുകൂടെ സന്തോഷിച്ചു. എന്റെ ഹസ്ബൻഡ് വന്നുകൊണ്ട് 100 ഔട്ട് ഓഫ് 100 കിട്ടണമെന്നുണ്ടായിരുന്നോ? ഇല്ല തോറ്റു പരീക്ഷ 100 കിട്ടാറില്ല. ആ പാട്ടിലും അങ്ങനത്തെ. അതെ അതുകൊണ്ട് സാരമില്ല. 94. ഓക്കെ, മുബീനയ്ക്ക് അസറിനും കൂടിയിട്ട് ഒരു ഗിഫ്റ്റ് തരാം. എന്തായാലും സുഗന്ധിത്രയ്ക്ക് 4 വിഷ് ബെഡ്സ് അവർ നൽകുന്ന ഒരു ഗിഫ്റ്റാണ്. എന്നാ മേടിച്ചോളൂ, രണ്ടുപേരും കൂടെ മേടിച്ചു. ഓക്കെ, താങ്ക് യു മുബീന, താങ്ക് യു അസർ.